സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആശാപ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി അനന്തു വി.എസ്. ചേരുന്നുണ്ട്. ആശാപ്രവർത്തകർ നിലവിൽ പ്രതിഷേധിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിന് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സംസ്ഥാന പാതയും ഉപരോധിച്ചുകൊണ്ടാണ് ആശാപ്രവർത്തകർ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആശാപ്രവർത്തകർ റോഡിൽ ഇരുന്ന് സമരം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോർത്ത് ഗേറ്റിന് മുൻവശവും തറയിലിരുന്നു കൊണ്ടാണ് ആശാപ്രവർത്തകർ ഇപ്പോൾ സമരം ചെയ്യുന്നത്. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആശാപ്രവർത്തകർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്നു മുതൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിക്കുന്നു എന്ന ഒരു വിവരവും ആശാപ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സമരം കൂടുതൽ രൂക്ഷമാകുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ ആശാസമരത്തിന് പിന്തുണയുമായി എത്തുമെന്ന് ആശാപ്രവർത്തകർ പറയുന്നുണ്ട്. ഏകദേശം 25,000-ഓളം ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു 2,000-ഓളം ആശാപ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സമാധാനപരമായി തറയിലിരുന്നു കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നേരത്തെ ആശാപ്രവർത്തകർ പറഞ്ഞിരുന്നു നിയമം ലംഘിച്ച് റോഡ് ഉപരോധിച്ചുള്ള സമരം നടത്തുമെന്നുള്ളത്. ആ കാര്യം അവർ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയിരിക്കുകയാണ്. റോഡ് ഉപരോധിച്ചുകൊണ്ട് തന്നെ ആശാപ്രവർത്തകരുടെ സമരം. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റും ഉപരോധിക്കുന്നുണ്ട്. നേരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരെ ഉപരോധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല. നമുക്ക് ആശാപ്രവർത്തകരുടെ പ്രതികരണങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, മുന്നോട്ടുള്ള തീരുമാനം ഞങ്ങളുടെ ഈ സമരത്തിന് സമാധാനം സർക്കാർ കണ്ടെത്തി തരണം. ഞങ്ങൾ തുച്ഛമായ വേതനം കൊണ്ട് ഈ 7,000 രൂപ കൊണ്ട് ഒരു വീട് പുലർത്തി കൊണ്ടുപോകാൻ കഴിയുമോ ഇല്ലെന്ന് സർക്കാരിന് തന്നെ അറിയാമല്ലോ. ഈ 7,000 രൂപ ഇന്ന് എന്താവശ്യത്തിനുണ്ട്? എന്റെ ഭർത്താവ് സുഖമില്ലാത്തവനാ. ഇന്നലെ തന്നെ ഒരു CT സ്കാൻ ചെയ്യുന്നതിന് 4,000 രൂപ ചെലവായി. ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്, സുഖമില്ലാത്ത ഒരുപാട് രോഗികളുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന വേതനം ഒന്നിനും തികയുന്നില്ല. പിന്നെ ഞങ്ങളുടെ ആഹാരത്തിലും വീട്ടുകാര്യങ്ങളും ഒന്നും ഇതിനോടൊന്നും ബന്ധിക്കുന്ന ഒരു കാര്യങ്ങളും അല്ല. ഞങ്ങളുടെ അതെ രാപ്പകൽ സമരം ചർച്ചയ്ക്ക് സർക്കാർ വിളിക്കുന്നില്ല. ഞങ്ങൾ എന്ത് വേണം? ഞങ്ങളുടെ അമ്മമാരുടെ കണ്ണീര് സർക്കാർ കാണുന്നില്ല. ഈ 10 വർഷം കൊണ്ട് ഭരിക്കുന്ന സർക്കാരല്ലയോ, അവരുടെ ഒപ്പം നിന്നവരല്ലേ ഞങ്ങൾ കോവിഡ് വന്ന കാലത്ത് ഞങ്ങൾ ജീവൻ പോലും പണയം വെച്ച് എല്ലാ വീടുകളിലും ചെന്ന് എല്ലാവർക്കും വേണ്ടുന്ന അത്യാവശ്യം സാധിച്ചു കൊടുക്കും. കോവിഡ് വന്നവർക്ക് ആഹാരം എത്തിക്കാനും ആംബുലൻസ് കയറ്റി ആശുപത്രിയിൽ എത്തിക്കാനും അവരുടെ കൂടെ ക്വാറന്റൈനിൽ പോകുന്ന അതിനുള്ള സഹായം ചെയ്തു കൊടുക്കാനും എല്ലാവരും പേടിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ വെളിയിലിറങ്ങും. ഞങ്ങളെ എന്തെല്ലാം ഡ്യൂട്ടിക്കാ സർക്കാർ ഇട്ട്? പോലീസുകാർ വരുമ്പോ പോലീസുകാരുടെ റോഡിൽ വണ്ടി പിടിക്കാൻ നിൽക്കണം, മാസ്ക് പിടിക്കാൻ നിൽക്കണം. ഞങ്ങളെ അങ്ങനെ നിരവധി ജോലിക്കാണ് ഈ സർക്കാർ നിയമിച്ചേക്കുന്നത്, തുച്ഛമായ 7,000 രൂപയ്ക്ക്. തീർച്ചയായും സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ആശാപ്രവർത്തകർ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമരം ശക്തമായി വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നു പറയുന്നു. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ രാപ്പകൽ സമരം തുടരും. അനിശ്ചിതകാല രാപ്പകൽ സമരം തുടങ്ങുമെന്നൊരു കാര്യം ഇന്ന് ആശാപ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, സെക്രട്ടേറിയറ്റ് ഉപരോധം പുരോഗമിക്കുകയാണ്. അനന്തുവാണ് വിശദാംശങ്ങൾ നൽകിയത്.